നിങ്ങളായിട്ട് പ്രശ്നമുള്ള അനന്തുന്റെ അനിയൻ അബിയിലെ അബിയുടെ ക്ലാസ്സിലെ പിള്ളേരെ ഞങ്ങൾക്ക് അവന്മാരെ ഒതുക്കണം. നിങ്ങൾ ഹെൽപ്പ് ചെയ്യോ? എന്ത് സഹായമാണെങ്കിലും അത് നടക്കാൻ സാധ്യതയില്ല. കാരണം അവന്റെ അമ്മയാണ് ഇവിടുത്തെ ടീച്ചർ. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഒന്ന് പറഞ്ഞ രണ്ടാമത്തിന് അവൻ തുണി വരും. അതുകൊണ്ട് അവനായിട്ട് മുട്ടാൻ ഞങ്ങൾക്ക് പേടിയുണ്ട്. നിങ്ങൾ പേടിക്കണ്ടേ, ഞങ്ങളുടെ കൂടെ ഈ മാളുടെ അച്ഛനെ പോലീസാ. നിങ്ങൾ പേടിക്കണ്ടേ, ഞങ്ങൾ വഴി പറയാം. ഞാൻ വിശദീകരിച്ചു കൊടുക്കാം. നീ മാറ് ബ്രോ. കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ച് പറയാം. ഞങ്ങൾ എങ്ങനെ വിശ്വസിക്കും? കാരണം ഒരു വട്ടം ഞങ്ങൾക്ക് പണി കിട്ടിയിട്ടുള്ളതാണ്. 1ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അങ്ങനെ തുണി പോയത് ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്നു. മറ്റേ തുണി പോയത് എന്റെ സുനിയെ, അക്കാര്യം നിന്നോട്ട് ഞാൻ പറയരുത് പറഞ്ഞിട്ടില്ലേ? അക്കാര്യത്തിൽ രാത്രികൾ എനിക്ക് ഓർക്കാൻ താല്പര്യമില്ല. അക്കാര്യം ഇനി സംസാരിക്കരുത്. നിങ്ങളുടെ പ്ലാൻ എന്താണെന്ന് വിശദമായി പറയൂ. എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. അല്ലാതെ ഒരു കാര്യവും ഞാൻ തീരുമാനിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം എന്റെ ട്രൗസർ ഇനി പോയി കഴിഞ്ഞാൽ നാണം കിട്ടും. പണ്ട് 1ാം ക്ലാസ്സിലായിരുന്നു, ഇപ്പോൾ 3ാം ക്ലാസ്സിലാണ്. അതിന്റെ വ്യത്യാസം നാണത്തിനെ കുറിച്ച് കൂട്ടും. അങ്ങനെയാണെങ്കിൽ ഒരു കൈ നോക്കാം നമുക്ക്. അതായത് ഞങ്ങളൊരു പ്ലാൻ പറയാം. പ്ലാൻ എക്സ്പ്ലെയിൻ ചെയ്തോ? എനിക്ക് കുഴപ്പമില്ല. ശരിമേളു മേളെ കുറച്ച് ചുടുത്തിയാണെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ചുടുത്തിയാണോ മള്ളു? അങ്ങനെ അപ്പൊ ഈ പൊട്ടം പക്കരി ഞങ്ങൾ ഒഴിവാക്കിക്കൂടെ? എന്തിനാണ് ഇങ്ങനെ കൊണ്ടു നടക്കുന്നത്? അപ്പൊ കാര്യങ്ങൾ വിശദമായി പറയൂ, നല്ല മനസ്സിലാവുള്ളൂ. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു 3 പിള്ളേരുണ്ട് ഞങ്ങൾക്ക് എതിരായിട്ടുള്ളത്. ആ 3 പിള്ളേരും ഈ അനന്തുന്റെ അനിയനുണ്ട് അബി, അവനെയും പിന്നെ രാഹുൽ എന്ന് പറഞ്ഞ പയ്യനുണ്ട്. ഇവര് 5 പേരുണ്ട് ഞങ്ങൾ ക്ലാസ്സിൽ നിന്ന് പുറത്താക്കാൻ പോണം. ആ പ്ലാൻ ഞങ്ങൾ നൈസായിട്ട് എക്സിക്യൂട്ട് ചെയ്ത് നടത്തും. പക്ഷേ ഇടങ്കോലായിട്ട് ഈ അബിയുടെ ചേട്ടൻ അനന്തു വരാൻ പാടില്ല. അതിന് നിങ്ങൾ ഞങ്ങൾ സഹായിക്കണം. അനന്തുവിനെ നൈസായിട്ട് ഒഴിവാക്കാൻ. അതിന് ഞങ്ങൾ എങ്ങനെ സഹായിക്കണം? അനന്തുവിനെ ഒഴിവാക്കാൻ അനന്തു ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് മുണ്ടൂരി കളയും. ഞാൻ പറയുന്നത് നിങ്ങൾ ഫുള്ളായിട്ട് കേക്ക്. അനന്തുവിനെ ഒഴിവാക്കാനായിട്ട് നേരിട്ട് നേരി മുട്ടിയ നടക്കില്ല. നിങ്ങളോട് ഞാൻ പറഞ്ഞില്ലേ, എന്റെ അച്ഛൻ പോലീസിലാ. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും ഒന്നും പേടിക്കണ്ട. അതൊക്കെ ശരിയാണ്. എങ്ങനെയാണ് ഒഴിവാക്കേണ്ടത് നിങ്ങൾ പറയൂ. അതായത് എന്തായാലും അബിനെ തൊട്ട് കഴിഞ്ഞ് ഞാൻ അബിനെ ചേട്ടനപ്പെടും. അതിനു മുമ്പ് തന്നെ ഒരേ സമയത്ത് തന്നെ അനന്തുവിന്റെ ചേട്ടനെയും അബിയുടെ ചേട്ടൻ അനന്തുവിനെയും നമുക്ക് ഒഴിവാക്കണം. ഈ ഒഴിവാക്കണം എന്ന് പറഞ്ഞോണ്ട് കാര്യം ഒഴിവാക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയൂ. അത് മാളിന് ഇഷ്ടല്ലേ? മേള് പറയും, അത് കേട്ടാ മതി. എന്റെ പൊന്നു പൊട്ടമാക്ക, ഇടീക്കറി വർത്താൻ പറയല്ലേ? അവന്മാരെ നമ്മുടെ ചക്രപ്പല്ലല്ലോ, മിത്രമല്ലേ? നൈസായിട്ട് നമ്മളെ കാര്യം നടക്കുള്ളൂ. നീ മിണ്ടാണ്ടിരിക്കോ? അവന്മാരെ എന്തെങ്കിലും പറയട്ടെ. മേള് പറഞ്ഞ ശരിയാ. ശരി മേള്. അതായത് ഈ അനന്തുവിന്റെ നേരേക്ക് ഡയറക്റ്റ് ആയിട്ട് നിങ്ങൾ പോകണ്ട. വല്ല കല്ലോ വടിയോ ഉണ്ടെങ്കിൽ എടുത്ത് എറി, ഒളിച്ചു എറി. അവൻ ആശുപത്രിയിലായിക്കോളും. അതോടുകൂടി അനന്തു
കേസ് എന്തെങ്കിലും വന്നാൽ നിങ്ങൾ എറിയുന്നത് കണ്ട കേസ് എന്റെ അച്ഛനുണ്ട്, പേടിക്കണ്ട. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ ഒരു കൈ നോക്കാം. പക്ഷെ പ്രശ്നമൊന്നും വരില്ല, കേസൊന്നും വരില്ല എന്ന് നീ ഉറപ്പ് തരണം. അത് ഞാൻ എന്തായാലും ഉറപ്പ് തരണം. തൽക്കാലം നമുക്ക് ഇവിടെ നിന്ന് വർത്താനം പറയണ്ട, കുറച്ച് മാറി നിന്ന് ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. കാരണം വേറൊന്നുകൊണ്ടല്ല, ഞങ്ങളുടെ ക്ലാസ്സിൽ ഒരു ഏഷ്യൻ ഉണ്ട്. എവിടെ നോക്കിയാലും അവന് രാഹുൽ എന്ന് പറഞ്ഞൊരു കോഴി അവൻ അപ്പുറത്തുനിന്ന് വർത്താനം പറയുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇവിടെ നിന്ന് മാറാം. എങ്കിൽ നമുക്ക് സ്കൂളിന്റെ ബാക്കിലുള്ള വസ്തുക്ക് പോവാം. ബജറ്റ് ബ്രോ അതിന് 5 മിനിറ്റ് ഉള്ളൂ ബെല്ലടിക്കാനായിട്ട്. ബജറ്റ് ബ്രോയ്ക്ക് എന്ത് ബെല്ലടാ, ലാസ്റ്റ് ടൈം ബജറ്റ് ബ്രോ തീരുമാനിക്കും, അത്രേ ഉള്ളൂ. അങ്ങനെ തന്നെ ഇങ്ങനെയുള്ള ടീമിനാണ് എനിക്ക് വേണ്ടത്. കട്ടക്ക് നിൽക്കണം, എന്നാലേ കാര്യങ്ങൾ പഴം പോലെ നടക്കുള്ളൂ. അതെ അതെ, കട്ടക്ക് നടക്കണം, എന്നാലേ കാര്യങ്ങൾ പഴം പോലെ നടക്കുള്ളൂ. അപ്പൊ നമുക്ക് അവിടേക്ക് പോകാം, എന്നിട്ട് ബാക്കി കാര്യങ്ങൾ പ്ലാൻ ചെയ്യാം. നിങ്ങൾ ഇവിടെ നിന്നാണ് കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്യാറ്. ഇത് സ്കൂളിന്റെ ബാക്ക് വശമാണ്, ഇവിടെ കാര്യം വരാറില്ല. അതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യാം. ഞങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങളെല്ലാം ഇവിടെ നിന്നാണ് പ്ലാൻ ചെയ്യാറ്. അതെ, ഞങ്ങൾ ഇവിടെ നിന്നാണ് എല്ലാം പ്ലാൻ ചെയ്യാറ്. കാര്യങ്ങളെല്ലാം ഞങ്ങൾ ഇവിടെ നിന്ന് പ്ലാൻ ചെയ്യും, എന്നിട്ട് നടപ്പിലാക്കും. അപ്പോൾ ആരും അറിയില്ല. എന്തായാലും നമുക്ക് കാര്യത്തിൽ കിടക്കാം. അതായത് എങ്ങനെയാണ് നിങ്ങൾ അനന്തവും ഒതുക്കാൻ പോണത് അത് പറ. എന്നിട്ട് വേണം ഞങ്ങൾക്ക് അബീനെ കൂടി കൂട്ടി പണി കൊടുക്കാൻ. അല്ലെങ്കിൽ പണി പാടും, നൈസായിട്ട് പണി പാടൂട്ടോ. അനന്തു അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൂടി പണി കിട്ടും. അതിനു മുമ്പ് അനന്തവും ഒതുക്കണം. അതിനുശേഷം മാത്രമേ അപ്പിക്ക് പണി കൊടുക്കാൻ പറ്റുള്ളൂ. ആദ്യം തന്നെ നിങ്ങളുടെ ക്ലാസ്സിലെ പിള്ളേർക്ക് നിങ്ങൾ എങ്ങനെ പണി കൊടുക്കും എന്ന് ഞങ്ങളോട് വിശദീകരിച്ച് പറ. അത് വേറൊന്നില്ലേ, അത് മാള് അവര് ഞങ്ങളുടെ ക്ലാസ്സിൽ 3 പിള്ളേരുണ്ട്. ഷിബുവിന്റെ ബാഗിൽ പൈസ ഇട്ടുണ്ട്. അപ്പൊ അങ്ങനെ പറഞ്ഞിട്ട് പൈസ കിട്ടി. എങ്ങനെ പൈസ കിട്ടുന്നു മനസ്സിലാക്കില്ല ഞങ്ങൾക്ക്. അതായത് ഞങ്ങളുടെ ക്ലാസ്സിൽ ഷിബു എന്ന് പറഞ്ഞ ചെക്കനുണ്ട്. അവന്റെ ബാഗില് എന്റെ പൈസ ഞാൻ ഇട്ടിട്ടുണ്ട്, ഇട്ട് വെച്ചിട്ടുണ്ട്. കാലത്തെ മോർണിംഗ് പീരീഡിൽ ഞങ്ങൾ ഇട്ട് വെച്ചതാ. അപ്പൊ മധുമാഷുണ്ട്, മധുമാഷ് ഞങ്ങളുടെ ഏകദേശം ഞങ്ങൾ ഇഷ്ടമുള്ള സാറാ. ആ സാറ് വരുമ്പോ എന്റെ പൈസ കാണാനില്ല എന്ന് പറഞ്ഞ് ഞാൻ കരയും. അപ്പൊ ഷിബുവിന്റെ അവരൊക്കെ ബാഗ് തപ്പും. അപ്പൊ ഞങ്ങളുടെ പൈസ, അതായത് ആ പൈസ എന്റെ അച്ഛൻ തന്ന പൈസയാ. PTA മീറ്റിംഗിന് കൊടുക്കാനായിട്ട്, PTA കൊടുക്കാനായിട്ടുള്ള പൈസയാണ്. ഓ നൈസ് ഐഡിയ. അപ്പൊ ആ പൈസ കാണാനില്ല എന്ന് പറയും. അപ്പൊ ആ പൈസ ഷിബുവിന്റെ ബാഗിലാണല്ലോ. അപ്പൊ ഷിബു പെടുന്നു. ഷിബുവിന്റെ ബാഗ് തപ്പുമ്പോ ആ പൈസ ഷിബുവിന്റെ ബാഗിൽ നിന്ന് അടിച്ചു മാറ്റിയാന്ന് ഞാൻ പറയും. അങ്ങനെ ഷിബു, ഇവര് 3 പേര് പെടും. അതിന്റെ ഒപ്പം തന്നെ ഞാൻ നമ്മുടെ അബിയുടെ പേരും രാഹുലിന്റെ പേരും എടുത്തിടും. അങ്ങനെ ഒരു 5 പേരും ക്ലാസ്സിൽ നിന്ന് പുറത്തു. ആ സമയം തന്നെ ഞങ്ങൾ അനന്തുവിനെ ഒതുക്കണമായിരിക്കും. ഇതായിരിക്കുമല്ലേ പ്ലാൻ? അങ്ങനെ തന്നെ, അതാണ് പ്ലാൻ. അനന്തുവിനെ ഒതുക്കി കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല, എല്ലാവരും പോകുന്നു. പിന്നെ നമ്മളാണ് ഈ സ്കൂളിലെ ക്ലാസ്സിലെ കിങ്സ്. അപ്പൊ നിങ്ങൾ എങ്ങനെയാണ് പ്ലാൻ ചെയ്യാൻ പോണേ അനന്തൂനെ ഒതുക്കാനായിട്ട്? അതൊക്കെ ഞങ്ങൾ നോക്കിക്കോളാം നൈസായിട്ട്. പക്ഷെ മളു ഒരു വാക്ക് തരണം, ഞങ്ങൾക്ക് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. മളുവിന്റെ അച്ഛൻ പോലീസാണ് എന്നുള്ള ധൈര്യത്തിലാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അതായത് അനന്ത് അവിടെ നിൽക്കുമ്പോൾ ആരും അറിയാതെ ഒളിച്ചു നിന്ന് മളു പറഞ്ഞ പോലെ തന്നെ വല്ല കല്ലോ കമ്പോ എടുത്തറിയാം. അവൻ ഹോസ്പിറ്റലിലായിക്കൊള്ളും. അതോടുകൂടി അവന്റെ ചെല്ലം തീരും. പിന്നെ പകപ്പൊക്കെ വരില്ലല്ലോ. പക്ഷെ മളു ഞങ്ങൾക്ക് വാക്ക് തരണം, പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന്. ഈ മാളൊരു വാക്ക് തന്ന 100 വാക്ക് തന്ന പോലെയാ. മാളു ഇവന്മാരിനെ പറ്റിക്കോ? അനന്തൂര് പണി കൊടുത്തില്ലേ പണിയാവട്ടെ. അപ്പിക്ക് പണി കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അനന്തു കയറി പൊട്ടിച്ചു വരും. നൈസ് പണി കിട്ടും. അവന്റെ ചേട്ടനായോണ്ട് പറയല്ല, അങ്ങേക്ക് പ്രാന്ത, ഒരു സൈക്കോയാണ് അനന്തു. നീ പേടിക്കട്ടെ, അവന്മാരെ മുഖം നോക്ക്. വെനത്തിന്റെ പോലത്തെ മുഖം, വെനത്തിന്റെ പോലത്തെ. വെനോ? എന്ത് വെനം? അതൊരു കാർട്ടൂൺ കഥാപാത്രടാ. വെനം വെനം വെനം. അതായത് വെനം എന്ന് പറഞ്ഞാൽ വെനം. ഇവന്മാരെ 1ാം ക്ലാസ്സിൽ തുണിപ്പോയി മാനം പോയതല്ലേ, അതിന്റെ പക എന്തായാലും അവർക്കുണ്ടാവും. അവന്മാരെന്തായാലും പറഞ്ഞ വാക്ക് എന്തായാലും പാലിക്കാൻ വഴിയുണ്ട്. നീ പേടിക്കണ്ട. നടന്നാ മതി മാളു കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ നമുക്ക് പണി കിട്ടി. അതാണ്. എന്താണ് 2 പേര് കുട്ടിക്ക് സൂക്ഷിക്കുന്നത്? എന്തെങ്കിലും മാറി നിന്ന് പറയുകയാണോ? അങ്ങനെയൊന്നുമില്ല, ഞങ്ങൾ പ്ലാൻ ചെയ്യാറുണ്ട് ഒന്നും കൂടി. അപ്പൊ നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ സെറ്റാക്ക്, ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സെറ്റാക്കും. ഒരേ സമയത്ത് നടക്കണം. അനന്തൂനെ ആദ്യം ഒതുക്കണം. അപ്പൊ ആ വഴിക്ക് രമ്യ ടീച്ചറായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് പൊക്കോളൂ. അതായത് നിങ്ങൾ അനന്തൂനെ ഫസ്റ്റ് ഒതുക്കാം. ഇപ്പൊ നിങ്ങൾ പോയിട്ട് അനന്തൂനെ ഒതുക്കാം. അനന്തൂനെ ഒതുക്കുമ്പോൾ രമ്യ ടീച്ചർ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനായിട്ട് അനന്തൂന്റെ കൂടെ പോകും. അപ്പൊ രമ്യ ടീച്ചർ സ്കൂളിൽ നിന്ന് ഒഴിവാകും. അതിനുശേഷം ഞങ്ങള് അബീനെ കൂടി ചേർത്ത് പണി കൊടുക്കാം. ഓക്കെ, അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞ പോലെ നടക്കട്ടെ. അയ്യോ, ഈ കൂത്തങ്ങട്ട ഇവിടെ വന്നാ എവിടെ നോക്കിയാലും ഇവരുണ്ടല്ലോ ശല്യപ്പെടുത്താനായിട്ട്. ഒന്ന് ഫ്രീ ആയിട്ട് വിടടാ. ഇവിടെ പേരുണ്ടാവില്ല, നമുക്ക് സ്വസ്ഥം അതായത് ഞാൻ മാളിനോട് ഐ ലവ് യു എന്ന് പറയാനി മാളിന്റെ അഭിപ്രായം എവിടെ നോക്കിയാലും ഇവരാണല്ലോ. നിങ്ങളല്ലേ പറഞ്ഞേ ഇവിടെ ആരും വരില്ലെന്ന്? പിന്നെ എങ്ങനെ സാധാരണ ഇവിടെ ആരും വരാറില്ല. പിന്നെ എങ്ങനെ ഇവിടെ വന്നു ചോദിച്ചാൽ എനിക്കറിയാൻ പറ്റില്ല. ഇവരാരും നിങ്ങളുടെ ക്ലാസ്സിലുള്ളൂ. ഞങ്ങളുടെ ക്ലാസ്സിലൊരു മാരണ. ഓ, അവന്റെ പേര് രാഹുല്. കോഴിപ്പറമ്പിൽ രാഹുൽ. രാഹുൽ കാപ്പി.